السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين شفيعنا محمد وآله وصحبه والتابعين وعلينا معهم برحمتك يا أرحم الراحمين. أما بعد. പ്രിയമുള്ളവരെ, സക്കാത്തുമായി ബന്ധപ്പെടുത്തി സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് നിർബന്ധമാകുന്ന രൂപങ്ങളും അതിന്റെ നിയമങ്ങളുമൊക്കെയാണ് മുമ്പ് നമ്മൾ വിശദീകരിച്ചത്. ഇനി നമ്മുടെ കയ്യിലുള്ള കറൻസി, നോട്ട്, അത് സാർവത്രിക വിലയായി ഉപയോഗിക്കുക എന്ന അർത്ഥത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് അത് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന രൂപങ്ങൾ എങ്ങനെയൊക്കെ എന്ന് പരിശോധിക്കാം. 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള വില ഒരാളുടെ കയ്യിൽ ഒരു വർഷം ഉണ്ടായാൽ, അത് ചെലവാകാതെ അവന്റെ ഉടമാവകാശത്തിൽ നിന്ന് നീങ്ങാത്ത നിലക്ക് ഒരു വർഷം കയ്യിലുണ്ടായാൽ അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണമെന്നാണ് നിയമം. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഷാർപ്പ് കണക്കല്ല, 5000 ദിർഹം ഒരാളുടെ കയ്യിൽ ഉണ്ടായാൽ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പണമാകുമെന്ന് സങ്കല്പിച്ചോളൂ. ചിലപ്പോൾ അത്രയൊന്നും വേണ്ടി വരില്ല, അത് ഉദാഹരണത്തിന് പറയാണ്. അപ്പൊ 5000 ദിർഹം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അത് അവന്റെ ഉടമാവകാശത്തിൽ വന്നത് മുതൽ ഒരു വർഷം അത് കുറയാതെ, അഥവാ ആ നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഹിതത്തിന് കണക്ക് നിശ്ചയിച്ചിട്ടുള്ളത് കുറയാതെ ഒരു വർഷം അവന്റെ കയ്യിലിരുന്നാൽ അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അവന്റെ കയ്യിൽ 5000 ദിർഹം വന്നു, ഒരു 2 മാസം കഴിഞ്ഞപ്പോ അതങ്ങനെ തന്നെ ചെലവായി പോയി. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം അവന്റെ കയ്യിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള വിഹിതമായ 595 ഗ്രാം വെള്ളിക്കുള്ള പൈസ വരികയും അതൊരു വർഷം അവന്റെ കയ്യിൽ ഇരിക്കുകയും വേണമെന്നാണ് നിയമം. എന്നാൽ ആ വർഷം തികയുന്ന അന്ന്, ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച് വർഷം തികയുന്ന അന്ന് അവൻ സക്കാത്ത് കൊടുക്കണം. എന്നാൽ അവന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാൾക്ക് കടം കൊടുത്തതാണ് അവന്റെ കയ്യിലുള്ള പണം മറ്റൊരാൾക്ക് കടം കൊടുത്തു. ആ കടം കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവധി നിശ്ചയിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവധി എത്തിയ സമയത്ത് കടം വാങ്ങിയ ആള് സ്ഥലത്തുണ്ട്, അദ്ദേഹം ആ കടം അംഗീകരിക്കുന്നുമുണ്ട്, അതേപോലെ തന്നെ ആ പൈസ തിരിച്ചു തരാൻ അദ്ദേഹം റെഡിയുമാണ്. അങ്ങനത്തെ ഒരു ഘട്ടമാണ് ഉള്ളതെങ്കിൽ അപ്പോൾ തന്നെ അവൻ അതിന് സക്കാത്ത് കൊടുക്കണമെന്നാണ് നിയമം. കൊല്ലം തികയുമ്പോ തന്നെ ആ കടം കൊടുത്ത ആളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ലെങ്കിലും അവൻ എന്താക്കണം, അതിന് സക്കാത്ത് കൊടുക്കണം. ഇനി കടം വാങ്ങിയ ആൾ അത് നിഷേധിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിനെതിരിൽ തെളിവ് ഹാജരാക്കാൻ ആർക്ക് സാധിക്കും? കടം കൊടുത്തയാൾക്ക് സാധിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ന്യായാധിപൻ ഇവന്റെ കയ്യിൽ നിന്ന് മറ്റേ കടം വാങ്ങിയിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള അതിന്റെ വസ്തുത അറിയുന്ന ആളാണ്. അല്ലെങ്കിൽ തെളിവൊന്നുമില്ല, അല്ലെങ്കിൽ ന്യായാധിപൻ അറിയൊന്നുമില്ല, പക്ഷെ കൊടുത്തത് വാങ്ങാൻ ഇവനറിയാം. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോ. ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങാനും എനിക്കറിയാമെന്ന് പറയാൻ പറ്റുന്ന ഒരു തണ്ട് സ്വഭാവമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയൊക്കെ വന്നാൽ അവന്റെ കയ്യിൽ നിന്ന് അവനത് തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ തന്നെയും സക്കാത്ത് സമയമാകുമ്പോൾ കൊടുക്കൽ നിർബന്ധമാകും. ഫതുൽ മുഈനിൽ അവിടെ നമുക്ക് കാണാം, വൈലം യഖ്ബിലുഹു, ഈ പറഞ്ഞ ഘട്ടത്തിലെല്ലാം അവനിൽ നിന്ന് അവൻ ഈ പണം സ്വീകരിച്ചില്ലെങ്കിലും അത് സക്കാത്ത് കൊടുക്കണം. കാരണം അന്നഹു ഖാദിറുൻ അലാ ഖബ്ലിഹി, വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അവന്റെ അടുത്ത് നിന്ന് സ്വീകരിക്കാൻ ഇവന് സാധിക്കുമല്ലോ എന്ന്. അതേ സമയത്ത് ആ കടം വാങ്ങിയ ആളിൽ നിന്ന് ആ പണം തിരിച്ചു പിടിക്കാൻ ഇവന് സാധിക്കാതെ വരുന്നു. എന്തുകൊണ്ട്? ഒന്നുകിൽ അയാളെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ സൂയിപ്പ് കാണിക്കുന്നു. അല്ലെ, പണമൊക്കെ ഉണ്ടായാലും ചിലർ വാങ്ങിയത് കൊടുക്കൂല, കൊടുക്കാണ്ടൊക്കെ ഒരു സുഖ ചിലർക്ക്. അവനെ സഹായിച്ച ആളെ പരമാവധി ഉപദ്രവിക്കുക എന്നുള്ളതായിരിക്കും ചില വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളുടെ സ്വഭാവം. വാസ്തവത്തിൽ ആ ആളുകളൊക്കെ ഈ ദുനിയാവ് മാത്രം കഴിഞ്ഞു പോകണമെന്ന് ചിന്തിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. കടം കൊടുത്ത മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യാണ്. 1000 ദിർഹം ഒരാൾ കടം കൊടുത്ത ഒരു വിഷമക്കാരനെ സഹായിച്ചാൽ 500 ദിർഹം സദക്ക ചെയ്തതിന്റെ പ്രതിഫലം ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട്. അങ്ങനെ കടം കൊടുക്കാൻ വലിയ പ്രോത്സാഹനം ഇസ്ലാം നൽകുന്നു. പക്ഷെ പല ആളുകളുടെയും സമീപനം കാരണം ആളുകൾ കടം കൊടുക്കാൻ വിസമ്മതിക്കാണ്. കാരണം എന്താ? കയ്യിലുള്ള പണവും ചെലവാക്കിയിട്ട് എന്തിനാണ് മനുഷ്യന്മാരെ ശത്രുത പിടിച്ചു വെക്കുന്നത്, നമ്മൾ എന്തിന് ടെൻഷൻ അടിക്കണം എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിലാണ് വാസ്തവത്തിൽ
ഈ ബ്ലേഡ് കമ്പനിയും അതേപോലെ തന്നെ പലിശ മാഫിയയും ഒക്കെ സമൂഹത്തിലെ ആവശ്യക്കാരന്റെ മുന്നിൽ പിടിമുറുക്കുന്നതും അവരെ ഇല്ലായ്മയിൽ നിന്ന് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് കുത്തുവാളെടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, കടം വാങ്ങിയാൽ ആ കടം പറഞ്ഞ അവധിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നിർബന്ധ ബുദ്ധി വിശ്വാസി കാണിക്കണം. കാരണം ഒരു രക്തസാക്ഷിക്ക് പോലും മാപ്പില്ലാത്ത കുറ്റമായി കടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. അല്ലെ, സക്കാത്ത് കടം ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യന് കടമുണ്ടെങ്കിൽ സൊല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ ചങ്ങാതിക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിന്ന സംഭവങ്ങൾ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എത്ര ഗൗരവതരമാണ് കടം വാങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അനിവാര്യമാകുമ്പോൾ മാത്രം വാങ്ങുകയും ആ കടം എത്രയും പെട്ടെന്ന് വീട്ടണമെന്ന ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യണമെന്ന് ഇതിന്റെ ഇടയ്ക്കൊരു ചെറിയ ഉപദേശം എന്ന രൂപത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ. അപ്പൊ ഒരാൾ കടം വാങ്ങി, പക്ഷെ പൈസ തിരിച്ചു കൊടുക്കാൻ അവന്റെ കയ്യിലില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വൈകാരത്തിൻഫലത്തുന്നില്ല മൈസറ. ഞെരുക്കക്കാരനാണെങ്കിൽ അവനെ കഷ്ടപ്പെടുത്തരുത്, അവനൊരു സാവകാശം ചെയ്തു കൊടുക്കണം. അപ്പൊ എന്നാൽ അങ്ങനത്തെ അവസ്ഥ വന്നു. അല്ലെങ്കിൽ ഇവൻ പൈസ കണ്ട എന്നാലും കൊടുക്കണില്ല, എന്നാ മറ്റവന്റെ കയ്യിലാണെങ്കിൽ എന്തില്ലതാനും അവന് അത് വസൂലാക്കാനുള്ള ഒരു തണ്ടോ സ്വഭാവമൊന്നുമില്ല, അല്ലെങ്കിൽ തെളിവില്ല, മറ്റൊന്ന് നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ആള് സ്ഥലത്തില്ല, എവിടെയെന്നറിയില്ല. അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ ഫതുൽ മൊയ്നിൽ തന്നെ നമുക്ക് കാണാം ഫക്കമഹസൂബിൻ. എന്നാൽ അത് അപഹരിക്കപ്പെട്ടു പോയ, പിടിച്ചുപറിക്കപ്പെട്ട സാധനത്തിന്റെ ധനത്തിന്റെ നിയമമാണ് അതിന് എന്ന് പറഞ്ഞാൽ ഫലാ യൽസമുഹുൽ ഇഖ്റാജു, അവന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല, ഇല്ലാ ഇൻ ഖബലഹു, അത് കയ്യിലെത്തിയാലേ സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ. പക്ഷെ സക്കാത്ത് നിർബന്ധം തന്നെയാണ്. പക്ഷെ ഇപ്പൊ തന്നെ കൊടുക്കണം ഇസ്ലാം അവന് നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ കൊടുത്താൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എത്ര കൊല്ലം പിന്നിടുന്നുവെങ്കിൽ ആ പിന്നിടുന്ന കൊല്ലത്തിനനുസരിച്ചൊക്കെ എന്താവും, കിട്ടുന്ന സമയത്ത് സക്കാത്ത് വരികയും ചെയ്യും എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മൾ നോക്കുക, കറൻസി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഉള്ളതിൽ നിന്ന് നമ്മുടെ ഉടമാവകാശം നീങ്ങാത്ത കാലത്തോളം അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. കടം കൊടുത്തു എന്നത് ഉടമാവകാശം നീങ്ങാത്ത വകുപ്പിലാണ് പെടുക എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഈ കാര്യം സൂചിപ്പിച്ചത്. എന്നാൽ ഇന്ന് നമുക്ക് ധാരാളമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ശമ്പളത്തിന് സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത്? ശമ്പളം അത് പൈസ ആയിട്ട് നമ്മുടെ കയ്യിൽ വരുന്നതാണല്ലോ, അതിനെങ്ങനെയാ സക്കാത്ത് കൊടുക്കേണ്ടത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് മാസം മാസം ശമ്പളം വരുന്നു, ചിലപ്പോ അക്കൗണ്ടിൽ വരും, അല്ലെങ്കിൽ നേരിട്ട് കയ്യിൽ കിട്ടും. അത് കിട്ടി അപ്പൊ തന്നെ ചെലവായി പോണ ഒരാളാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അതേ സമയത്ത് അവന്റെ കയ്യിൽ വന്ന ശമ്പളം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ 595 ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ വിലയുടെ മൂല്യത്തിലേക്ക് എത്തി. എന്നിട്ട് അത് ചെലവാകാതെ അവന്റെ കയ്യിൽ ഒരു കൊല്ലം ഇരിക്കുകയാണെങ്കിൽ, ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച് ഒരു കൊല്ലം ഇരിക്കുകയാണെങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാൾക്ക് 50,000 രൂപ ശമ്പളം ഉണ്ട്. ആ ശമ്പളം 50,000 രൂപ അവനിങ്ങോട്ട് വാങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് തന്നെ അതാണ് തീർന്നു പോണ ആളാണെങ്കിൽ, ഞാൻ ഇത്ര ശമ്പളം വാങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞ് സക്കാത്ത് അവരോട് ചോദിക്കുന്നത് ശരിയല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നിസാബ് ഒരു കൊല്ലം ഉണ്ടായാലേ സക്കാത്ത് കൊടുക്കണ്ടുള്ളൂ എന്നുള്ളത് ഇവിടെയൊക്കെ പ്രധാനമായി പരിഗണിക്കേണ്ടതാ. വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പൊ ചെലവാകാത്ത രൂപത്തിൽ ഇരിക്കണുണ്ടെങ്കിൽ എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാൾ എന്താണ് ചോദിച്ചു, അവന്റെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും അവന് കൃത്യമായി ഒരു എമൗണ്ട് മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ ചെലവാക്കാതെ അതങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്, അക്കൗണ്ടിൽ തന്നെ കിടക്കുകയാണത്. അപ്പൊ എല്ലാ മാസവും അവന്റെ കയ്യിൽ ഇങ്ങനെ വരുന്നതിൽ നിന്ന് 50,000 രൂപ ശമ്പളമുണ്ട്, അതിൽ നിന്നൊരു 10,000 രൂപ ഉദാഹരണത്തിന് എല്ലാ മാസവും മാറ്റിവെക്കും എന്ന് കൂട്ടിക്കോളൂ, അത് ചെലവാക്കാതെ മാറ്റിവെക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറ്റിവെച്ച് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള വില എന്നാണോ എത്തുന്നത്, ആ എത്തിയ മാസം മുതൽ അവൻ എന്താക്കണം, അവന്റെ കൊല്ലം കണക്കാക്കണം. മുഹറം 10-നാണ് എന്ത് ചെയ്തത്, 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള വില അവനായതെങ്കിൽ അത് മുതൽ അടുത്ത മുഹറം 10 ആകുമ്പോ അതിന്റെ 2.5% അവൻ സക്കാത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ മാസം 10 മാറ്റി വെക്കുന്നുണ്ടല്ലോ. 595 ഗ്രാം വെള്ളി വാങ്ങാൻ വേണ്ട കണക്കായ ഈ മുഹറം 10-ന് അവൻ എന്തായി, സക്കാത്തിന്റെ നിസാബ് തികഞ്ഞു. ഇനി അടുത്ത കൊല്ലാവുമ്പോ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അടുത്ത സഫറിലും എന്തായിട്ടുണ്ട്, ഇതേപോലെ 10 മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നത്തെ റബീഉൽ അവ്വലിലും 10 മാറ്റി വെക്കുന്നുണ്ട്. എല്ലാ മാസവും 10 മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ മുഹറത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഈ നിസാബ് തികഞ്ഞു എന്ന സക്കാത്തിന്റെ കണക്ക് പൂർത്തിയായി എന്ന ആ കൊല്ലത്തിൽ ഇനി ഓരോ മാസവും എന്ത് ചെയ്യുന്നു, ഇതേപോലെ 10 വീതം കൂടുകയാണ്. ആ കൂടുന്നത് ചെലവാകാതെ അവന്റെ കയ്യിൽ ഇരിക്കുകയാണ്.
എങ്കിൽ കണക്ക് തേക്കുന്ന വിഷയത്തിൽ ഈ 10ന്റെ കൂട്ടെ നേരത്തുള്ള ആ പണം എന്താക്കും, പരിഗണിക്കും. അപ്പൊ ഈ മുഹറത്തിൽ എന്ത് ചെയ്തു, അവന്റെ കയ്യിൽ സക്കാത്തിന്റെ നിസാബാവുന്ന ഒരു ഉദാഹരണം പറയണ 5000 ദിർഹം അവന്റെ കയ്യിൽ വന്നു. അടുത്ത മുഹറത്തിൽ എന്താക്കണം, 5000 സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഈ സഫറിൽ തന്നെ എന്തായിട്ടുണ്ട്, 5200 അവന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. നേരത്തുള്ള 5000 ഈ മാസം വന്ന 200. അങ്ങനെയാണെങ്കിൽ അടുത്ത സഫറിൽ ആ 200ന്റെ സക്കാത്ത് കൊടുത്താൽ മതി. കാരണം 5000ന്റെ സക്കാത്ത് കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ തന്നെയാണ് നമ്മളെ സാധാരണ ഫണ്ടുകള്, അതേപോലെ തന്നെ കുറികള്, ഇതിലൊക്കെ വരുന്ന പൈസയുടെയും അവസ്ഥ ഉണ്ടാവുക. മനസ്സിലായോ? അതായത് നമ്മൾ ഫണ്ടിന് എന്ത് ചെയ്യുന്നു, എല്ലാ മാസവും ഒരു 200 ദിർഹം വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിലിങ്ങനെ അടച്ചുകൊണ്ടിരിക്കണ പൈസ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പൈസ ആയത് മുതൽ ഒരു കൊല്ലം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. പക്ഷെ ഓരോ മാസവും എന്ത് ചെയ്യുന്നത്, ഫണ്ടിൽ പൈസ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ കൂടി വരുന്നതിന് അതാത് മാസങ്ങളിൽ സക്കാത്ത് കൊടുക്കുകയും കണക്ക് കൂട്ടുന്നതിൽ 595 ഗ്രാം വെള്ളിക്കുള്ള വില എന്ന് കണക്ക് കൂട്ടുന്നതിൽ നേരത്തെയുള്ള നിക്ഷേപത്തെ തുന്നെ പരിഗണിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ബാക്കി വിഷയങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.